ഇടുക്കി ജില്ലയിൽ ഇറച്ചിക്കോഴിയുടെ വില കുതിക്കുകയാണ്. നിലവിൽ കിലോയ്ക്ക് 170 മുതൽ 175 രൂപ വരെയാണ് ഇറച്ചിക്കോഴിയുടെ വിൽപ്പന നടക്കുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിലോയ്ക്ക് 40 രൂപയ്ക്ക് മുകളിലാണ് വില വർധനവുണ്ടായത്. കേരളത്തിൽ കോഴി ഉൽപാദനം കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് കുറഞ്ഞതും കോഴിക്ക് ഡിമാൻഡ് ഉയർന്നതുമാണ് വില ഉയരുവാൻ കാരണമായത്. വില ഇനിയും വർദ്ധിക്കുമെന്നാണ് കോഴി കർഷകർ പറയുന്നത്. നാളുകൾക്ക് ശേഷം കോഴിയുടെ വില വർദ്ധിച്ചത് കർഷകർക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഹോട്ടലുകാർക്കുൾപ്പെടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ശബരിമല സീസണിൽ കോഴിയുടെ വിൽപ്പന കുറയുന്നതിനാൽ കേരളത്തിലെ കർഷകർ ഉൽപാദനം കുറച്ചു. ഇതും വില വർധനവിന് കാരണമായതായി കോഴി കർഷകർ പറയുന്നു. 130 പെട്ടെന്ന് കയറിയിരിക്കുന്നത് 130-150 ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷിപ്പനി വല്ലതും ബാധിച്ചിട്ടുണ്ട്? പക്ഷിപ്പനി ഒന്നും ബാധിച്ചിട്ടില്ല. പക്ഷിപ്പനി എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ 5 രൂപയും കൂടെ കൂടുതലായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ആൾക്കാർക്ക് പക്ഷിപ്പനിയെ പറ്റിയൊക്കെ ധാരണയുണ്ട്. പക്ഷിപ്പനിയൊന്നും കോഴിയെ ബാധിക്കുന്ന, നമുക്ക് ഭക്ഷണത്തിന് ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള ആൾക്കാർക്ക് ധാരണയായി. പുറത്തുനിന്ന് കോഴി ഇപ്പോൾ വരുന്നില്ലേ? പുറത്തുനിന്ന് കോഴി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള കോഴിയൊന്നും എത്തുന്നില്ല. പതിവിന് വിപരീതമായി ഇത്തവണ തണുപ്പ് കാലത്ത് കേരളത്തിൽ കോഴിക്ക് ഡിമാൻഡ് ഉയർന്നതും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇടുക്കിയിലേക്ക് ഇറച്ചിക്കോഴി കൂടുതലായി എത്തുന്നത്. ഇതും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. 1 മാസത്തോളം ഇത്തരത്തിൽ കോഴിയുടെ വില വർദ്ധിച്ചു തന്നെ നിൽക്കുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. ജനം, ഇടുക്കി.